ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഒരു നാടിന്റെ ഒന്നാകെ വികസനത്തിന് വഴി തുറക്കുന്ന ഇടുക്കിയിലെ നെയ്യശ്ശേരി തോക്കുംപൻസാടിൽ റോഡിന്റെ പണി അവസാന ഘട്ടത്തിലെത്തി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡിന് കീഴിൽ 140 കോടിയോളം രൂപ മുടക്കിയാണ് റോഡിന്റെ നിർമ്മാണം. ഒട്ടേറെ ഗ്രാമീണ മലയോര മേഖലകളെയും ഒന്നിലധികം ടൂറിസം കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് റോഡ്. ലോ റേഞ്ചിന്റെ ഭാഗമായ കരിമണ്ണൂരിൽ നിന്ന് തുടങ്ങുന്ന നെയ്യശ്ശേരി തോക്കുംപൻസാടിൽ റോഡ് പാടശേഖരങ്ങളും പുഴയും കടന്ന് മുണ്ടൻമുടി മലനിരകളും പിന്നിട്ട് ഹൈറേഞ്ചായ പട്ടയക്കുടിയിലെത്തിയാണ് അവസാനിക്കുന്നത്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം, ആനചാടിക്കുത്ത്, കോട്ടപ്പാറ വ്യൂ പോയിന്റ്, കാറ്റാടിക്കടവ് തുടങ്ങി നിരവധി ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഈ പാത. 29 കിലോമീറ്റർ നീളുന്ന റോഡിന്റെ നിർമ്മാണം ചിലയിടങ്ങളിൽ മാത്രമാണ് ഇനിയും പൂർത്തിയാകാനുള്ളത്. ആർക്കും യാതൊരു ഉപയോഗവുമില്ലാതെ പറമ്പുകളിൽ പൊഴിഞ്ഞു വീണിരുന്ന പനങ്കുരു ഇപ്പോൾ VIP ആണ്. മുൻകാലങ്ങളിൽ പനങ്കുല ചെത്തി കള്ളെടുക്കുക മാത്രമായിരുന്നു പനയിൽ നിന്നുള്ള ഏക വരുമാനം. ചെത്ത് കുറഞ്ഞതോടെ പനങ്കുല വളർന്ന് ഇതിന്റെ കായ വീണ് നശിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ 3 വർഷം മുമ്പ് മുതൽ പനങ്കുരുവിന് വില ലഭിക്കാൻ തുടങ്ങി. വാണിജ്യാടിസ്ഥാനത്തിൽ പനങ്കുരു സംഭരിക്കാൻ തുടങ്ങിയതോടെ നാട്ടിൽ ഇത് ശേഖരിക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തു. 1 കിലോ പനങ്കായയ്ക്ക് തൊണ്ടോടെ 12 രൂപ മുതൽ 14 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. കുലയോടെ പനയിൽ നിന്ന് കയറിൽ കെട്ടി ഇറക്കിയാൽ 350 മുതൽ 400 കിലോ വരെ തൂക്കമുണ്ടാകും. ഇതിന്റെ വള്ളി ഉൾപ്പെടെയാണ് കച്ചവടക്കാർ തൂക്കിയെടുക്കുന്നത്. ഇടുക്കിയിൽ ചേലച്ചൂട് കേന്ദ്രമായാണ് ഇത് കൂടുതൽ വാങ്ങുന്നതും ഉണക്കി വാണിജ്യാടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. ഓണക്കാലത്ത് പഴം പച്ചക്കറി വിപണിയിൽ നിന്നും ലാഭം നേടി കൃഷിവകുപ്പ്. കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന തരത്തിലൊരുക്കിയ വിപണിയിലൂടെ ജില്ലയിൽ 35.79 ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. കൃഷിവകുപ്പ് തുറന്ന 84 വിപണികൾ വഴി 83.85 മെട്രിക് ടൺ പഴം പച്ചക്കറികൾ വിറ്റഴിച്ചു. കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ 10% അധികം നൽകി സംഭരിച്ച് മാർക്കറ്റ് വിലയിൽ നിന്നും 30% കുറച്ച് പൊതുജനങ്ങൾക്ക് നൽകുകയെന്നായിരുന്നു ലക്ഷ്യം. ഇതനുസരിച്ച് 32.289 മെട്രിക് ടൺ പച്ചക്കറികൾ 17.09 ലക്ഷം രൂപയ്ക്കും 22.92 മെട്രിക് ടൺ പഴവർഗ്ഗങ്ങൾ 11.98 ലക്ഷം രൂപയ്ക്കും കർഷകരിൽ നിന്ന് സംഭരിച്ചു. 84 വിപണികളിൽ 52 എണ്ണം കൃഷിവകുപ്പ് നേരിട്ടും 25 എണ്ണം ഹോർട്ടികോർപ്പും 7 എണ്ണം VFPCKയുമാണ് നടത്തിയത്. വാഴത്തോപ്പ് കൃഷിഭവനിലായിരുന്നു ജില്ലാതല വിപണി. രണ്ടാം ലോകമഹായുദ്ധാനന്തരം അരിയും നെല്ലും കിട്ടാതെ നാട്ടിലുണ്ടായ പട്ടിണി മാറ്റാൻ ഇടുക്കിയുടെ ഉൾക്കാടിന് നടുവിൽ ഉദയം ചെയ്ത നെൽ കർഷക ഗ്രാമമാണ് മക്കുവള്ളി. രണ്ടാം ലോകമഹായുദ്ധാനന്തരം കേരളത്തിലും പട്ടിണി കൊടുമ്പിരി കൊണ്ട കാലത്ത് അരി ഉൾപ്പെടെ ആവശ്യത്തിന് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കിട്ടാത്ത അവസ്ഥയുണ്ടായി. ഇതിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിനിടെയാണ് ഇടുക്കിയിലെ കൊടും കാടിനുള്ളിലുള്ള മക്കുവള്ളിയിലേക്ക് ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ശ്രദ്ധയെത്തിയത്. ഒട്ടും വൈകാതെ നെൽകൃഷിക്കായി മക്കുവള്ളിയിൽ ഏതാനും കുടുംബങ്ങളെ കുടിയിരുത്തി. കൊടും ശൈത്യം നിറഞ്ഞ പ്രകൃതിയോടും ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളോടും പൊരുതി ഒടുവിൽ അവർ പാടത്ത് പൊന്നു വിളയിച്ചു. പൂർവികരുടെ പട്ടിണി മാറ്റിയ നെൽകൃഷി ഇന്നും പാരമ്പര്യമായി ഇവിടെയുള്ളവരിൽ ചിലർ തുടരുന്നുണ്ട്. വളവും കീടനാശിനിയും ഇല്ലാതെ 100 മേനി വിളഞ്ഞ നെൽപ്പാടങ്ങളിൽ വർഷത്തിൽ 3 കൃഷി എന്നത് ഇപ്പോൾ ഒരു തവണയായി ചുരുങ്ങിയെന്ന് മാത്രം. സഞ്ചാരികൾക്ക് മനം നിറയ്ക്കും കാഴ്ചകൾ ഒരുക്കി ഇടുക്കി പൈനാവിലെ മൈക്രോവേവ് വ്യൂ പോയിന്റ്. ഇടുക്കി ഡാം മുതൽ ആനമുടി മലനിരകൾ വരെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കാഴ്ചകളാണ് പൈനാവിലെ മൈക്രോവേവ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ സഞ്ചാരികൾക്ക് കാണാനാകുക. മലയിടുക്കുകളിലേക്ക് മറയുന്ന സൂര്യന്റെ അസ്തമയ കാഴ്ച ഈ വ്യൂ പോയിന്റിനെ മറ്റിടങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കുന്നു. ചുറ്റുമുള്ള പച്ചപ്പിന്റെ വന്യ സൗന്ദര്യവും കാടിന്റെ നിഗൂഢതയും സഞ്ചാരികളെ വിസ്മയിപ്പിക്കും. ഒപ്പം ഇടുക്കി വനത്തിൽ മേഞ്ഞു നടക്കുന്ന ആന, കുരങ്ങ്, കേഴ, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളെയും ചിലപ്പോഴൊക്കെ കാണാൻ സാധിക്കും. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന നിരക്ക്. സഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷ ഒരുക്കുന്നതിനായി ജീവനക്കാരും ഇവിടെയുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.